ഈ വീഡിയോ ഒന്ന് കണ്ടുപോയി. ഇന്നലെ ഞാൻ അമ്മയെ വിളിച്ചപ്പോ അമ്മ പറയാ, എടാ ഞാൻ ഇന്നലെ രാവിലെ ജിമ്മിൽ പോയിട്ട് വരുമ്പോ അവിടുത്തെ ചായക്കടയിൽ ഒരു ചേട്ടൻ ചോദിക്കുക, എന്തിനാ ഈ വയസ്സാം കാലത്ത് ജിമ്മിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇതേ തന്നെ അമ്മ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണെങ്കിൽ ഇവരാരെങ്കിലും ചോദിച്ച് ചിരിക്കുവോ, എന്തിനാ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സമൂഹത്തിന്റെ 99% ആൾക്കാരുടെ കണ്ണുകളിലും ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു സാധാരണ കാര്യമായിട്ടും ജിമ്മിൽ പോകുന്നത് ഒരു അസാധാരണ കാര്യമായിട്ടും കാണുന്നത്. അദ്ദേഹം പറയുന്നത് എത്രമാത്രം ശരിയാണ്. പ്രായമുള്ള ആളുകൾ ജിമ്മിൽ പോയാൽ അത് കളിയാക്കുന്ന ഒരു കാര്യമായി. ശരിക്കും 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ജിമ്മിൽ പോകുന്നത് വളരെ റെയറാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ റെയറായിട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ അങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. ഇപ്പൊ കണ്ണാടി വെക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നീ കണ്ണ് കാണാത്തവനല്ല എന്ന് ആളുകൾ പറയാത്തത്. അതേസമയത്ത് ചെവിക്ക് നമ്മൾക്ക് കേൾവിശക്തി കുറവാണെങ്കിൽ നമ്മളൊരു ഇയർബഡ് വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ കേൾവിശക്തി കുറവാണെങ്കിൽ നമ്മളൊരു മെഷീൻ ചെവിക്കകത്ത് ഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് ചെവി കേട്ടൂടെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ സമൂഹം. കോമൺ ആയിട്ട് കിടക്കുന്ന കാര്യം കോമൺ ആണ്. ശരിക്കും കണ്ണ് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ കണ്ണാടി വെച്ചേക്കുന്നത്. അപ്പൊ അതിനെ ആരും കുറ്റപ്പെടുന്നില്ല. അപ്പൊ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് ജിമ്മിൽ പോകുന്നത് പ്രായമുള്ളവരെ കളിയാക്കുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകണം. വീട്ടിൽ വെച്ച് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വ്യായാമം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും മതി. ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പ്രായമുള്ളവർ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത്? അവർക്ക് മസിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നടക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം 40 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിക്കും 1% വെച്ച് മസിൽ ലോസ് ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മസിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റില്ല, കിടന്നുപോയതാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യണം. ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോയി ഒരു ട്രെയിനറിന്റെ ഒരു സാന്നിധ്യത്തിൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ മസിലിന് ഇഞ്ചുറി ഒന്നും ഉണ്ടാവില്ല. ഇനി എന്താണ് പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 30 മിനിറ്റൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ പാടാണെങ്കിൽ 10 മിനിറ്റ് ചെയ്താൽ മതി. പറ്റുന്ന സമയത്ത് 10 മിനിറ്റ് ഒരു ദിവസത്തിൽ 30 മിനിറ്റ് വെച്ച് ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ഹൃദയത്തിന് നല്ലതാണ്, നമ്മുടെ മെമ്മറിക്ക് നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്. അൽഷൈമേഴ്സ് പോലുള്ള മറവി രോഗങ്ങൾ പിടിപെടാതിരിക്കും. ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ആണ്. മസിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്നത് തടയാൻ പറ്റും. അതുപോലെ നടക്കാൻ പറ്റും, ബാലൻസ് ഉണ്ടാവും. എന്തുമാത്രം ഗുണമാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ നിർബന്ധമായിട്ടും ആത്മാർത്ഥമായി പറയുകയാണ്, നിർബന്ധമായിട്ട് 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം. നിർത്തേണ്ട ഒരു സമയമല്ല 50 വയസ്സാകുമ്പോൾ. പ്രായമാവുമ്പോൾ നമുക്ക് തടയാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ പ്രായമാകുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലാണ്. ആ തീരുമാനം. നിർബന്ധമായിട്ടും വ്യായാമങ്ങൾ ചെയ്യുക. നമ്മുടെ വളരെ എവിഡന്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ 70 വയസ്സ് കഴിഞ്ഞിട്ട് സിനിമാ താരങ്ങളൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരങ്ങളൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട്. അവർ വളരെ ആക്റ്റീവാണ്. അതുപോലെ വളരെ ഹെൽത്ത് നോക്കുന്നവരാണ്. അവർ ജിമ്മിലും അതുപോലെ തന്നെ വ്യായാമം കൃത്യമായി ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്.